ഇത് നമുക്ക് കീമ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ കീമ കറി വെക്കാൻ വേണ്ടിയിട്ട് ബീഫാണ് എടുത്തേക്കുന്നത്. ഈ സെയിം റെസിപ്പി തന്നെ മട്ടനും വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഒന്ന് മീൻസ് ചെയ്തെടുക്കണം. ബീഫ് മീൻസ് ചെയ്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഈ കീമ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷെ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന കീമയിൽ കണ്ടമാനം ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബീഫ് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. അടുത്തത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവോള കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. ഞാനിവിടെ 8 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്തിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് വേണം. ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങ് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടിയും വേണം, പിന്നെ ഗരം മസാലയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം. ഈ മസാലപ്പൊടികളെല്ലാവരും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് അത് ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ പറയാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയും ഉണക്കമുളകാണ്. ഉണക്കമുളക് ഞാനിവിടെ ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെനി കറിയാക്കാന്ന്. ഈ ബീഫ് മീൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് ഈ ബീഫ് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇട്ടിട്ട് അരക്കരുത്. അങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ അത് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കാം. ബീഫ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്കി എടുത്താൽ മതി, പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. കീമ റെഡി ആയിട്ടുണ്ട്. ഈ കീമ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. ഇത് കീമ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് നിങ്ങൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായിരുന്നാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഉണക്കമുളക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്താൽ മതി. ആ ഉണക്കമുളക് ഏറ്റാദ്യം ചേർത്ത് കഴിഞ്ഞിട്ട് ഉണക്കമുളക് പതുക്കൊന്ന് പൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ സവോളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. സവോള വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സവോള നന്നായിട്ട് മൊരിയാൻ നിൽക്കണ്ട. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. എന്ത് കറി വെക്കുമ്പോഴായിരുന്നാലും മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ആ മഞ്ഞളിൻ്റെ പൊടി നന്നായിട്ട് ഓയിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചാൽ മതി. ആ മഞ്ഞളിൻ്റെ പച്ച ടേസ്റ്റ് ഒട്ടുണ്ടാവില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ആയിരുന്നാലും കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാണ്ട് ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അത് പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഉണക്കമുളകിൻ്റെ പൊടി കുറച്ച് കുറവ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടിയായിരുന്നാലും ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. മുളകിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമുക്ക് തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കീമ ചേർക്കുമ്പോൾ ആ കീമയിലേക്കുള്ള ഉപ്പ് നമുക്ക് പിന്നെ ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി ആദ്യം തന്നെ നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളിതിലേക്ക് ചേർക്കണ തക്കാളി നല്ല ജ്യൂസുള്ള തക്കാളി ആണെങ്കിൽ ഈ തക്കാളി വെന്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഗ്രേവി ഉണ്ടാവും. ഈ തക്കാളിക്ക് കുറച്ച് ജ്യൂസ് കുറവായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും ഗ്രേവി പോലെ വെള്ളം പോലെ വന്നിട്ടില്ല. പക്ഷെ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക്
ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ നേരത്തെ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വെക്കണം, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ കളർ മാറിപ്പോകും. ഇനി ഇതിലേക്ക് കീമ ചേർക്കാം. ഗരം മസാല ചേർക്കാം. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അത് ഏറ്റാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാൻ മതി. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഈ കീമ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം വരും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 4 പിടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കീമ ഇതേപോലെ കറി വയ്ക്കുമ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഉരുളക്കിഴങ്ങ് ചേർത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഈ കീമയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിടണം. ഇപ്പോൾ കീമ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ ബീഫ് കീമ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് എടുക്കുക. ഇനി ഇത് കുറച്ച് ചാറിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുക. പക്ഷേ ഇതേപോലെ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.